കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ കാലയളവിലുള്ള ഏറ്റവും മികച്ച പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരുടെ കണക്കുകൂട്ടലുകളൊക്കെ വെച്ചിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഭരണ തുടർച്ച ഉണ്ടാവുമെന്ന് LDFും ഭരണമാറ്റമാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവും പറയുന്നുണ്ട്. സിബാൻ എങ്ങനെയാണ് കാണുന്നത്? ഭരണ തുടർച്ച ഉണ്ടാവുമോ അതോ പ്രതിപക്ഷം ഭരണപക്ഷത്തേക്ക് വരുമോ? നമ്മൾ മൊത്തത്തിൽ ഈ ഒരു തവണത്തെ ഇലക്ഷൻ പരിശോധിക്കുന്ന സമയത്ത് ഭരണ തുടർച്ചയ്ക്കുള്ള ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാകുന്നില്ല. 2016 കഴിഞ്ഞിട്ട് 2021 വരുന്ന സമയത്ത് ശരിക്കും പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടാണുള്ളത്. നമ്മൾ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കലും ഒരു തരംഗമോ അല്ലെങ്കിൽ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുന്ന ഒരു സാഹചര്യം ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അത് പൊതുവെ എവിടെയും കണ്ടുവരാത്തൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് തന്നെ പറയാം ഇത്തവണ അത് UDFന് അനുകൂലമായിട്ടുള്ള ഒരു എന്താണെന്ന് വെച്ചാൽ 2021 പിണറായി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരികയാണ് ചെയ്തിട്ടുള്ളത്. കിറ്റ് രാഷ്ട്രീയമാണോ അതിൻ്റെ ഒരു അവസ്ഥ? അന്നത്തെ സാഹചര്യം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം കോവിഡിന്റെ ഒരു സാഹചര്യത്തിലാണ് പ്രത്യേകിച്ച് ഇലക്ഷൻ നടക്കുന്നതൊക്കെ കോവിഡിന്റെ ഒരു സമയത്ത്. അതിലേറെ എന്താ വെച്ചാൽ ലോകം മൊത്തം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു മാനേജ്മെന്റ് കൂടിയാണ് കോവിഡിന് വേണ്ടി നമുക്ക് പ്രവർത്തിച്ചിട്ടുള്ളത്. ലോകം മൊത്തം വാനോളം ഉയർത്തിയിട്ടുള്ളൊരു അത് നമ്മൾ ആ ഒരു കോവിഡ് സമയം തന്നെ വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചിട്ടും കൂടിയുണ്ട്. അതിൻ്റെ കൂടി പ്രതിഫലനമാണ് നല്ല ആളുകളെ അവർ തിരഞ്ഞെടുത്തു എന്നുള്ളത്. അതിൽ തന്നെ എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള അതിന്റെ ഏറ്റവും മുൻനിരയിൽ നിന്നിട്ടുള്ള KK ശൈലജ അവർ സൈഡാക്കി എന്നുള്ളൊരു ഭാഗം കൂടി നമ്മൾ പരിശോധിക്കണം. ഇതിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോ 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം ഒരുമിച്ചടിക്കുന്നു തോന്നുന്നുണ്ടോ LDFന്? 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും പക്ഷെ അത്ര ശക്തമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം 80 to 85 സീറ്റിന്റെ ഇടയിലാണ് UDFന് ഞാൻ കാണുന്നത്. ഒരു 82, 83 ആ ഒരു റേഞ്ചിൽ. BJPയുടെ സാധ്യത എങ്ങനെ നോക്കണേ? BJP എന്തായാലും ഒരു നിയമം ഏകദേശം ഒരു ഉറപ്പിച്ച മട്ടാണ്. അതുപോലെ മഞ്ചേശ്വരത്തും ഇപ്പോൾ സാധാരണഗതിയിൽ അവസാന ഘട്ടത്തിൽ ഗൾഫിൽ നിന്നൊക്കെ വിദേശ രാജ്യത്തിൽ നിന്നൊക്കെ ആൾക്കാർ കൂട്ടമായിട്ട് വന്നിട്ട് വോട്ട് ചെയ്യുന്ന രീതി മഞ്ചേശ്വരത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഇറാൻ ഇസ്രായേൽ യുദ്ധം അതുപോലും ഈ കേരളത്തിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കണം. അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് നല്ലൊരു വോട്ടിങ്ങിന്റെ പെർസെന്റേജ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള അത് പൊതുവെ UDFന് അനുകൂലമായി വരുന്ന വോട്ടുകൾ UDFന് അനുകൂലമായിട്ട് വരുന്ന ഗൾഫ് വോട്ടുകളിൽ നല്ല ഗണ്യമായിട്ടുള്ള കുറവുണ്ടെന്നും അത് ഇത്തവണ BJPക്ക് അനുകൂലമാവും എന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവെ ഉണ്ട്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. പക്ഷെ BJP പക്ഷത്തിന്റെ ഭാഗത്ത് എന്ന് പറയുന്നത് അവരൊരു 10 സീറ്റൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഒരു 4-5 സീറ്റൊക്കെ അവർ മാക്സിമം നേടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു തൂക്കുസഭക്കുള്ള സാധ്യത കാണുന്നുണ്ടോ? തൂക്കുസഭ വന്നാൽ പോലും BJPന്റെ സപ്പോർട്ട് ആരും സ്വീകരിക്കില്ല എന്നുള്ള തൂക്കുസഭ വന്നാൽ പോലും കേരളത്തിന്റെ ഭരണത്തിൽ വ്യക്തമായ സ്വാധീനം അവർ പറയുന്ന പോലെ കറുത്ത കുതിരയാവാനോ വ്യക്തമായ സ്വാധീനം ചെലുത്താനോ ഒരിക്കലും അവരെ കൊണ്ട് സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അതോടെ അവരെ രാഷ്ട്രീയ പാർട്ടി മുകളിലേക്ക് ആലോചിച്ചാലും കേന്ദ്രത്തിലേക്ക് ആലോചിച്ചാലും അതൊരിക്കലും സാധ്യമല്ല. ഒരു 69 കിട്ടി 2 സീറ്റ് BJPക്ക് കിട്ടിയാൽ പോലും അവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 2 പാർട്ടി UDFിലും LDFിലുള്ള ചെറിയ പാർട്ടികൾക്കാണ് അവിടെ വരാൻ പോകുന്നത്. പിന്നെ അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്ന കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ റിസോർട്ട് രാഷ്ട്രീയം അടക്കമുള്ള എല്ലാ സംഗതിൻ്റെയും എക്സ്ട്രീമായിട്ടുള്ളൊരു സാധനം കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്? മുസ്ലിം ലീഗ് നിലവിൽ കുറച്ചു കാലം വെച്ച് പരിശോധിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടി തന്നെയാണ്. അവർക്ക് 27 സീറ്റ് കിട്ടിയതിൽ ഏകദേശം ഒരു 18 സീറ്റ് വരെയൊക്കെ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെ പോയാലും ഒരു 16 സീറ്റ് എന്തായാലും അവർക്ക് കിട്ടും. കഴിഞ്ഞ തവണ ഇടതുപക്ഷം മാഞ്ഞടിച്ച സമയത്ത് പോലും 15 സീറ്റ് അവർക്ക് നേടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ മലപ്പുറം ജില്ലയിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. എന്നുവെച്ചാൽ 94 പഞ്ചായത്തുകൾ ഭരിക്കുന്നത് UDF ആണ്. ജില്ലാ പഞ്ചായത്ത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ 16 ഇപ്പൊ LDF പോലും ഇന്നത്തെ വിലയിരുത്തൽ LDFന്റെ പോലും വിലയിരുത്തൽ മാക്സിമം 2-3 സീറ്റ് എന്നുള്ളതാണ്. അബ്ദുറഹ്മാൻ തോൽക്കും ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാന്നുള്ളവർക്കാണ് പറയുന്നത്. ലീഗ് ശക്തമാണ് എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു സംശയം